ദൈവ പ്രതിപക്ഷത്തെ സംസാരിക്കുകയാണ് സഭയിൽ ഇപ്പോൾ. അദ്ദേഹം പറഞ്ഞു എസ് ഐ ടിയുടെ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം അവസാനിപ്പിക്കണം, ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു, സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സമരത്തിലാണ്, സഭാ നടപടികളുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യമൊക്കെ പ്രതിപക്ഷത ഇപ്പോൾ സംസാരിക്കുകയാണ്. ആർ ശ്രീത്ത് ചേർന്നു. ശ്രീത്ത്, അപ്പോൾ സ്വർണ്ണക്കൊള്ള ആദ്യ ദിവസം തന്നെ വലിയ ചർച്ചയാക്കുന്നു പ്രതിപക്ഷം സഭയിൽ അല്ലേ? കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിന്റെ ചർച്ച നടക്കുന്ന ആദ്യ ദിവസം തന്നെ സ്വർണ്ണക്കൊള്ള പ്രധാന വിഷയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനം. രാവിലെ ചേർന്ന UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലെ തീരുമാനമനുസരിച്ചാണ് നീക്കം. ശൂന്യവേളയിൽ ചരമോപചാരം കഴിഞ്ഞ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഴുന്നേറ്റ് സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിക്കുകയായിരുന്നു. കഴിഞ്ഞ സഭാ സമ്മേളന കാലത്ത് തന്നെ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരത്തിലായിരുന്നു. ആ സമരത്തിൽ നിന്ന് തങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന വിവരം വി ഡി സതീശൻ അറിയിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ 2025-26 കാലഘട്ടങ്ങളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ദേവസ്വം ബോർഡിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെച്ചേ മതിയാകൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രി ഓഫീസ് നടത്തുന്ന സമ്മർദ്ദത്തിൽ നിന്ന് പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തങ്ങൾക്ക് സഭാ നടപടികളുമായി സഹകരിക്കാൻ നിർവാഹമില്ല എന്ന വിവരവും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിയാണ്. ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിയുള്ള പ്രതിഷേധമാണ്. നേരത്തെ പ്രസിദ്ധമായ പാരഡി പാട്ടിന്റെ വരികളടങ്ങുന്ന പ്ലക്കാർഡുകളും ബാനറുകളുമാണ് സഭയിൽ ഉയർത്തിയിരിക്കുന്നത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടുള്ള സ്പീക്കറുടെ പോഡിയത്തിന് മുന്നിലുള്ള സ്ഥലത്തൊക്കെ തന്നെ ബാനറുകൾ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാർലമെന്ററി പാർട്ടി MP രാജേഷ് ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ലജ്ജയില്ലാത്ത കാഴ്ചകളാണ് സഭയിൽ കാണുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. റൂൾ 50 പ്രകാരമുള്ള നോട്ടീസ് കൊണ്ടുവരുന്നതിന് പകരം ചർച്ച ഭയന്ന് തുടക്കത്തിൽ തന്നെ സഭ സമീപിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. ചർച്ച നടന്നാൽ അത് കേരളം കാണും, ജനം കാണും. അത് ചർച്ചയെ ഭയമാണ് പ്രതിപക്ഷത്തിന് എന്ന ആരോപണമാണ് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇപ്പോഴും MP രാജേഷ് ഇടപെട്ട് സംസാരിക്കുന്നു. സഭ സമീപിക്കുന്ന പ്രതിപക്ഷത്തിന്റെ സമീപനത്തിനെതിരെ ശക്തമായ വിമർശനമാണ് രാജേഷ് ഉന്നയിക്കുന്നത്. ഈ പറഞ്ഞ അയ്യപ്പന്റെ സ്വർണ്ണം കട്ടവറയും അമ്പലം വിഴുങ്ങികൾ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായ സഖാക്കൾ എന്നൊക്കെ പറഞ്ഞ് കടുത്ത രാഷ്ട്രീയ വിമർശനം തന്നെ സഭയിൽ പ്രതിപക്ഷം ഉയർത്തുകയാണ്. ശ്രീത്ത്, റൂൾ 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഭീരുത്വത്തിന്റെ ലജ്ജയില്ലാത്ത പ്രകടനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അവിടെ MP രാജേഷ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് പോറ്റിയുമായുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സഭാതലത്തിൽ നടത്തുന്നതെന്ന ആരോപണമാണ് ഇപ്പോൾ രാജേഷ് പുതുതായി ഉന്നയിക്കുന്നത്. റൂൾ 50 പ്രതിപക്ഷത്തിന് സാധാരണ ശൂന്യവേളയിൽ ഉപയോഗിക്കാവുന്ന ചട്ടപ്രകാരമുള്ളൊരു മാർഗം റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയാണ്. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയാൽ ഒരുപക്ഷെ സർക്കാർ ചർച്ചയ്ക്കെടുക്കുമോ എന്ന ഭയമാണ് പ്രതിപക്ഷത്തെ ആ നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ചർച്ച നടന്നാൽ കേരളം മുഴുവൻ അത് കാണും. അത് കാണാൻ പ്രതിപക്ഷം ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ കാര്യങ്ങളും ചർച്ചയിൽ വരുന്നത് കാണാൻ പ്രതിപക്ഷം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് രാജേഷ് പൊതുവായി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സോണിയാഗാന്ധി അടക്കമുള്ളവരുമായി, ഗോവർദ്ധൻ അടക്കമുള്ളവരുമായി കോൺഗ്രസ് നേതാക്കൾക്ക് എന്ത് ബന്ധമാണുള്ളത്? അപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട ആളുകളെ മുഴുവൻ പുറത്തു വരുന്നതിനോട് കോൺഗ്രസിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് സഭ സമർപ്പിക്കുന്നതെന്ന വികാരമാണ് ഇപ്പോൾ MP രാജേഷ് സഭയിൽ പ്രകടിപ്പിക്കുന്നത്. സ്വർണ്ണക്കൊള്ള നിയമസഭയിൽ ഉന്നയിക്കാണ് പ്രതിപക്ഷം. നടപടികളുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വി ഡി സതീശൻ പറയുകയാണ്. SIT മേൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയാണ്. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണം എന്ന ആവശ്യം കുറച്ചുകൂടി കടുപ്പിക്കുന്നു പ്രതിപക്ഷം സഭയിൽ. ഈ പറയുന്ന പ്ലക്കാർഡുകൾ കടകംപള്ളിയെ സംരക്ഷിക്കാൻ സമ്മർദ്ദം എന്തിന്, സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായ സഖാക്കൾക്ക് CPM സംരക്ഷണം, പത്മകുമാർ പറഞ്ഞ ദേവുദുൽനാര തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് സഭയിലേക്ക് പ്രതിപക്ഷം എത്തിയത്. പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് MP രാജേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.